കളിക്കളത്തിൽ ഗോളുകൾ അടിച്ചുകൂട്ടുന്ന ഫുട്ബോൾ മജിഷ്യൻ എന്ന നിലയിൽ ലോകമെമ്പാടും പ്രശസ്തനായ ലയണൽ മെസ്സി ഗ്രൗണ്ടിന് പുറത്ത് കൃത്യമായ തന്ത്രങ്ങളോടെ വിപുലീകരിച്ച റെസ്റ്റോറന്റ് സംരംഭങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ കൗതുകമുണർത്തുന്നത്. ജന്മനാടായ അർജന്റീനയിലെ റൊസാരിയോ മുതൽ ഫുട്ബോൾ കരിയറിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന സ്പെയിനിലെ ബാഴ്സലോണ വരെ പടർന്നു പഞ്ചലിച്ച ഈ രുചി ലോകത്തെ ആദ്യ ഘട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. അർജന്റീനയിലെ റൊസാരിയോ നഗരത്തിലുള്ള VIP റൊസാരിയോ എന്ന സ്ഥാപനമാണ് ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. പ്രശസ്തമായ നാഷണൽ ഫ്ലാഗ് മോണ്യുമെന്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ ഉടമസ്ഥാവകാശം 2009 മെസ്സിയുടെ പിതാവ് ജോർജ് മെസ്സിയാണ് ഏറ്റെടുത്തത്. പ്രധാന ഒരു സെലിബ്രിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമെന്ന് കേൾക്കുമ്പോൾ മെസ്സിയുടെ ജേഴ്സികളും ട്രോഫികളും നിറഞ്ഞ ഇടമായിരിക്കും മനസ്സിൽ വരികയെങ്കിലും VIP റൊസാരിയോ തികച്ചും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും മികച്ച അന്തരീക്ഷത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും സൗഹൃദം പങ്കിടാനും സാധിക്കുന്ന ഒരു തനി നെയ്ബർഹുഡ് ഡൈനിങ് സ്പോട്ടായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അർജന്റീനയ്ക്ക് പുറത്ത് മെസ്സി കുടുംബം തങ്ങളുടെ റെസ്റ്റോറന്റ് ബിസിനസ് തുടക്കം കുറിച്ചത് മെസ്സിയുടെ കായിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുപ്പമുള്ള സ്പെയിനിലെ ബാഴ്സലോണയിലാണ്. അവിടെ മെസ്സി കുടുംബം ആരംഭിച്ച ബെലാസ് വിസ്ത ഡെൽ ജാർഡിൻ ഡെൽ നോർട്ടെ എന്ന റെസ്റ്റോറന്റ് ലയണൽ മെസ്സിയുടെ സഹോദരൻ റോഡ്രിഗോ മെസ്സിയുടെ നേതൃത്വത്തിൽ സ്പെയിനിലെ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി പങ്കാളികളുമായി ചേർന്നാണ് വികസിപ്പിച്ചിരിക്കുന്നത്. അർജന്റീനൻ ഗ്രാമീണ ഊഷ്മളതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡിസൈൻ ചെയ്ത ഈ സ്ഥാപനം ബാഴ്സലോണയുടെ ഹൃദയഭാഗത്തിരുന്ന് തനത് അർജന്റീനിയൻ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആളുകൾക്ക് അവസരമൊരുക്കുന്നു. സ്വന്തമായി റെസ്റ്റോറന്റ് നടത്തുന്നതിന് പുറമെ ആഡംബര ബോട്ടിക് ഹോട്ടൽ രംഗത്തും തനതായ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് രുചിലോകത്ത് തന്ത്രപരമായ നീക്കങ്ങൾ ചെയ്യുന്ന ലയണൽ മെസ്സിയുടെ ബിസിനസ് ബുദ്ധിയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. കായിക പ്രസക്തിയെ ബിസിനസ്സുമായി മികച്ച രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് മെസ്സി കെട്ടിപ്പടുത്ത ആഡംബര ഹോട്ടൽ ശൃംഖലയും അതിലെ പ്രധാന ആകർഷണമായ സിഗ്നേച്ചർ ഡൈനിങ് അനുഭവങ്ങളുമാണ് സഞ്ചാരികളും ഫുഡ് പ്രേമികളും ഒരുപോലെ ആകർഷിക്കുന്നത്. MIM ഹോട്ടൽസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആഡംബര ബൊട്ടിക് ഹോട്ടൽ നെറ്റ്വർക്കിലൂടെയാണ് മെസ്സി ഈ രംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നത്. ഒരു ഹോട്ടൽ ശൃംഖലയ്ക്ക് കീഴിൽ പ്രശസ്ത മിഷേലിൻ സ്റ്റാർ ഷെഫ് നന്ദു ജുബാനിയുമായി ചേർന്നാണ് ഹിഞ്ച എന്ന പ്രത്യേക സിഗ്നേച്ചർ ഡൈനിങ് കോൺസെപ്റ്റിന് മെസ്സി രൂപം നൽകിയിരിക്കുന്നത്. സ്പാനിഷ് ഭാഷയിൽ ആരാധകൻ എന്ന അർത്ഥം വരുന്ന ഹിഞ്ച എന്ന വാക്ക് ഫുട്ബോൾ പശ്ചാത്തലമുള്ള പ്ലാറ്റ്ഫോമിന് ഏറ്റവും അനുയോജ്യമായ ഒന്നായി മാറുന്നു. ഉയർന്ന നിലവാരവും ആതുര സേവനവും മികച്ച ഭക്ഷണാനുഭവവും സമന്വയിപ്പിക്കുന്ന ഹിഞ്ച റെസ്റ്റോറൻറ്റുകളിൽ അതത് കാലങ്ങളിൽ ലഭ്യമാകുന്ന തികച്ചും ഫ്രഷായ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഉയർന്ന നിലവാരമുള്ള മെഡിറ്ററേനിയൻ വിഭവങ്ങളാണ് പ്രധാനം. ഹോട്ടൽ ബിസിനസിന്റെ ഉടമസ്ഥാവകാശം മെസ്സിയുടേതാണെങ്കിലും ഇവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളുടെ മേൽനോട്ടവും ഗുണനിലവാരവും മിഷേലിൻ സ്റ്റാഫ് ഷെഫ് നന്ദു ജുബാനിയുടെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നതോടെ ഈ റെസ്റ്റോറൻറ്റുകൾ ആഗോളതലത്തിൽ വൻ വിജയമായി മാറുകയായിരുന്നു. അർജന്റീനയിലെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറന്റ് ചെയിനുകളിൽ ഒന്നായ എൽ ക്ലബ് ഡെലാല മിലാസയിലെ മെസ്സി വലിയൊരു തുക നിക്ഷേപിച്ചിട്ടുണ്ട്. അർജന്റീനക്കാരുടെ പ്രിയപ്പെട്ട വിഭവമായ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്ന തനത് കട്ട്ലറ്റുകൾ നിർമ്മിക്കുന്നതിൽ ഏറെ പ്രശസ്തമായ ഈ ബ്രാൻഡിന്റെ പങ്കാളിത്തം അർജന്റീനിയൻ ഭക്ഷണ വിപണിയിലെ മെസ്സിയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒന്നാണ്. അർജന്റീനയ്ക്ക് പുറമെ അമേരിക്കയിലെ മയാമിയിലും ഈ ബിസിനസ് തന്ത്രം അദ്ദേഹം വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. മയാമിയിലെ പ്രശസ്തമായ അമാൽഫി ലാമ എന്ന റെസ്റ്റോറന്റുമായി മെസ്സി കുടുംബത്തിന് സാമ്പത്തിക നിക്ഷേപ പങ്കാളിത്തമുണ്ട്. തങ്ങളുടെ സമ്പത്തും പ്രശസ്തിയും ദീർഘവീക്ഷണത്തോടെ വൻകിട ബ്രാൻഡുകളിൽ നിക്ഷേപിച്ച് തന്ത്രപരമായി വളർത്തുന്നതിൽ ലയണൽ മെസ്സി കളിമുറ്റത്തെ പോലെ ബിസിനസ് ലോകത്തും മികച്ചൊരു തന്ത്രജ്ഞനാണെന്ന് ഈ പങ്കാളിത്തങ്ങൾ തെളിയിക്കുന്നു. കളിക്കളത്തിൽ ഗോളുകൾ അയച്ചുകൂട്ടുന്ന കാൽപന്ത് മജീഷ്യൻ എന്നതിലുപരി കൃത്യമായ തന്ത്രങ്ങളിലൂടെ ആഗോളതലത്തിൽ പടർന്നു പന്തലിക്കുന്ന വൻകിട ബിസിനസ് ഗ്രൂപ്പുമായി തങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി സംരംഭങ്ങളെ മാറ്റാൻ മെസ്സിക്ക് സാധിച്ചിരിക്കുന്നു.